സമ്പൂർണ്ണ ആരോഗ്യത്തിന് ആരോഗ്യമുള്ള ഒരു കുടലിന്റെ പങ്ക് വളരെ വലുതാണ്. എങ്ങനെയാണെന്നല്ലേ, അതിലേക്ക് പോകും മുമ്പ് എന്താണ് ഗട്ട് മൈക്രോബിയം എന്നറിയണം. ഗട്ട് മൈക്രോബിയം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റേണൽ എക്കോസിസ്റ്റത്തിലുള്ള, അതായത് ആന്തരിക ജൈവ വ്യവസ്ഥയിലുള്ള സൂക്ഷ്മജീവികളുടെ ഒരു കൂട്ടത്തെയാണ്. ഈ മൈക്രോബയോമിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ നിരവധി സൂക്ഷ്മജീവികളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. ചിലര് ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇവ തമ്മിൽ ഒരു സമന്വയത്തോടെ ഹാർമോണീസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന് അനിവാര്യമായിട്ടുള്ള പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാന്യങ്ങൾ തുടങ്ങിയവ. നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വേണ്ട സൂപ്പർ ഹീറോസ് ആണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഗട്ട് മൈക്രോബിയോമിന് കുടലിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിച്ചാൽ അത് ഒരാളുടെ ദഹനത്തെ മാത്രമല്ല മെന്റൽ ഹെൽത്തിനെയും കാര്യമായി ബാധിക്കുന്നു. നമ്മുടെ തലച്ചോറിലേക്ക് വേണ്ട രീതിയിൽ സിഗ്നൽസ് എത്തിക്കുന്ന ബ്രെയിൻ കെമിക്കൽ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അതായത് കുടലിലെ ബാക്ടീരിയയും മറ്റ് ജീവാണുക്കളും സെറട്ടോണിന്റെ ഉൽപാദനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഹെൽത്തി ആയ ഒരു ഗട്ടിന് ആവശ്യമായ ബാക്ടീരിയകളുടെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന പ്രോബയോട്ടിക്സ് ഫുഡുകൾ ധാരാളമായി കഴിക്കുമ്പോൾ ഈ പ്രോബയോട്ടിക്സ് സെറട്ടോണിന്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി സെറട്ടോണിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിഷാദത്തിൽ നിന്നും ഈ പറഞ്ഞ ഒരു മൂഡ് സ്വിങ്സിൽ നിന്നെല്ലാം നമുക്ക് ഒരു പരിധിവരെ ഒരു ശമനം ലഭിക്കുകയും ചെയ്യുന്നു. Velit Homeopathy on a mission to cure.